നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതിന് ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അസാധാരണ നീക്കമാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ പ്രതിരോധിക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വാദം. ഒരുപക്ഷെ കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന സംസ്ഥാനമായി മാറുകയാണ് ഇതോടുകൂടി കേരളം. ഗുരുതര ആരോപണങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. ഗവർണറുടെയും BJPയുടെയും അജണ്ടയ്ക്കനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനമാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും അതിൽ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്ത് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സമരങ്ങളിലൂടെ മാത്രം കേന്ദ്രത്തെ ചെറുക്കാനാകില്ല എന്ന പിണറായി വിജയനും CPMനും തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. നിയമ പോരാട്ടത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ നിലയ്ക്ക് നിർത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം എന്നാണ് CPM തന്നെ പറയുന്നത്. ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു വെക്കുന്നതിനെതിരെ കേരള, തമിഴ്നാട്, പഞ്ചാബ് ഗവർണർമാരെ സുപ്രീം കോടതി ശക്തമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ കാരണം പറയാതെ 2 വർഷത്തോളം പിടിച്ചുവെച്ച ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. അതും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന്. ഇതാണ് ഗവർണർക്കെതിരായ കേരളത്തിന്റെ പ്രധാന വാദം. ബില്ലുകൾ കാരണം കൂടാതെ അനിശ്ചിതമായി ഗവർണർ പിടിച്ചുവെച്ചു എന്ന കാര്യം രാഷ്ട്രപതി ഭവൻ കണക്കിലെടുത്തില്ല എന്ന കാര്യമാണ് കേരളം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ ബില്ലുകൾ രാഷ്ട്രപതി എത്ര കാലം കൊണ്ട് പരിഗണിക്കണമെന്നത് സംബന്ധിച്ച് ഭരണഘടനാ വ്യവസ്ഥയോ സുപ്രീം കോടതി പരാമർശമോ ഇതുവരെയും ഇല്ല. സാധാരണ ഗവർണർമാർ കൈമാറുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഭവനിൽ കാലങ്ങളോളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി പൊതുവെ ഉണ്ട്. ഈ വിഷയത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്നതാവും കേരളത്തിന്റെ ഈ ഹർജി. ഇതോടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയരും. അധികാരപരിധി ലംഘിച്ച പലപ്പോഴും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിക്കുമെതിരെ പരസ്യമായ വിമർശനം നടത്തുകയും ചെയ്യുന്ന ആളാണ് ഗവർണറെന്ന് എപ്പോഴും CPM വിമർശിക്കാറുണ്ട്. തന്റെ ഭരണഘടനാപരമായ ചുമതലകൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണ് എന്ന കുറ്റപ്പെടുത്തൽ മറുവശത്ത്. ഈ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ടതാണ് അല്ലെങ്കിലും 2 വർഷം വരെ പിടിച്ചുവെക്കുന്നത് ഗവർണറുടെ പദവിയോടും ഭരണഘടനാ ചുമതലയോടും കാണിക്കുന്ന അനീതിയാണെന്നും വ്യക്തമായി തന്നെ ഹർജിയിൽ പറയുന്നു. മുതിർന്ന അഭിഭാഷകൻ CK ശശി മുഖേനയാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയെ കക്ഷി ചേർക്കാൻ ഭരണഘടന അനുവദിക്കാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്താണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് കേരളം ഹർജിയിൽ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് താനും. കണ്ടറിയാം എന്തായിരിക്കും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നടപടി എന്നത്.